വെള്ളിയാഴ്ചയിൽ ഖുത്തുബയുടെ കാര്യം പറഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സന്ദർഭോചിതമായി സൂചിപ്പിക്കുകയാണ്. കുറേ ആളുകൾ നൗഷാദ് ബാക്കവി മലയാളത്തിൽ ഖുത്തുബ ഓതണമെന്ന് പറഞ്ഞ് ജയ്ഹിന്ദ് ചാനലിൽ തന്നെ വ്യക്തമല്ലാത്ത അവിടെ നിന്നും ഇവിടെ നിന്നും കട്ട് ചെയ്ത ചില സാധനങ്ങൾ ഒട്ടിച്ചെടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഏറ്റവും നല്ലതുപോലെ സുന്നത്ത് ജമാഅത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, സിയാറത്ത് ചെയ്യുന്ന ആളാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വിശ്വസിക്കുന്ന ആളാണ്, ഔലിയാക്കളെ സ്നേഹിക്കുന്ന ആളാണ്. നിങ്ങളത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ ബാക്കിയുള്ള ഈ വിഷയങ്ങൾ കൂടി നിങ്ങൾ കൊണ്ട് നടക്കണം. 100% അത് ചെയ്യാൻ പാടില്ല എന്ന് അടിസ്ഥാനപരമായി വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും ആ ക്ലിപ്പിന് വാസ്തവമില്ല, യാഥാർത്ഥ്യമില്ലെന്ന് ഇത് കാണുന്ന സ്നേഹസമ്പന്നരായ സഹോദരങ്ങളോട് അൽ ജവാബിലൂടെ തന്നെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ ആ കച്ചവടം അവസാനിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളിയാഴ്ചകളിൽ ഖുത്തുബയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ജുമായില്ല. 2 റക്അത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനത്താണ് ഖുത്തുബ എന്ന് പറയുന്നത്. ആ ഖുത്തുബയാണ് ജീവനാഡി. അതിങ്ങനെ വെറും നവർമെൻ്റായി കണ്ട് എങ്ങനെയെങ്കിലും പോയിരുന്ന് സമയം കളയാവുന്ന രീതിയിലാക്കരുത്. ജുമാ നഷ്ടപ്പെടും, ജുമയുടെ പൂർണ്ണത നഷ്ടപ്പെടും, ജുമയുടെ പ്രതിഫലം നഷ്ടപ്പെടും. അതുകൊണ്ട് ഖുത്തുബ പൂർണ്ണമായും കേൾക്കുക, ജുമാ നിസ്കാരത്തിൽ ആദ്യാവസാനം പങ്കുകൊള്ളുക, വെള്ളിയാഴ്ച കുറച്ച് കൂടുതൽ സമയം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുക. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമാ, ദിവസങ്ങളുടെ നേതാവാണ് ജുമാ ദിവസം. അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.